ഹായ് എവരിവൺ. സോ നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമില് ഈ ഒരു സേ എക്സാമിലേക്ക് നമുക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് സ്കോർ ചെയ്യാവുന്നത്. 3 മാർക്സിനും 4 മാർക്സിനും ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദ ടേം ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അല്ലെ, എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മോഡിഫൈ എ സ്കീമ ഡെഫിനിഷൻ വിത്തൗട്ട് എഫക്ടിങ് ദ അനദർ ലെവൽ. അല്ലെ, നമ്മൾ സ്കീമ ഡെഫിനിഷനിൽ ഡിഫറെന്റ് ലെവൽസ് 3 ലെവൽസ് നമുക്കുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലെവലിനെ എഫക്ട് ചെയ്യാതെ മറ്റൊരു ലെവലിനെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് എന്ന് വിളിക്കുന്നത്? ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെ, നമുക്ക് ഫിസിക്കൽ ലെവലും അതുപോലെ തന്നെ ലോജിക്കൽ ലെവലും, ഇങ്ങനെ 2 രീതിയിലാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് വരുന്നത്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫിസിക്കൽ ലെവലിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ ലോജിക്കൽ ഓർ കൺസെപ്ഷൻ ലെവൽ. അല്ലെ, നമ്മൾ ഫിസിക്കൽ ലെവലിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ലോജിക്കൽ ലെവലിനെയോ അല്ലെങ്കിൽ കൺസെപ്ഷൻ ലെവലിനെയോ എഫക്ട് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കും. ആൻഡ് രണ്ടാമതായിട്ട് വരുന്നതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അല്ലെ, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോജിക്കൽ ലെവലിനെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഇറ്റ് ഈസ് എബിലിറ്റി ടു മോഡിഫൈ ദ ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവലിനെ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ വ്യൂ ലെവലിലെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ വ്യൂ ലെവലിനെ എന്ത് ചെയ്യുന്നില്ല? എഫക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ 2 ലെവലിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഡാറ്റ ഇൻഡിപെൻഡൻസ് വരുന്നത്. അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ERP സിസ്റ്റം ആൻഡ് ഇറ്റ്സ് മെറിറ്റ്. അല്ലെ, എന്താണ് ERP എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്റർപ്രൈസ് റൺ ചെയ്യുന്ന സമയത്ത് അവിടെ സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അല്ലെ, ഇപ്പം അക്കൗണ്ട്സ് ഉണ്ടാവാം, സെയിൽസ് ഉണ്ടാവാം, പർച്ചേസ് ഉണ്ടാവാം, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ERP സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എന്റർപ്രൈസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡാറ്റകളെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ ഡാറ്റാബേസിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ERP എന്ന് വിളിക്കുന്നത്. അല്ലെ, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ERP യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡിഫറെന്റ് ലെവലിലുള്ള ഡാറ്റകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് സെഗ്മെന്റ്സിലുള്ള ഡാറ്റകളെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഡാറ്റാബേസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഈ ഒരു ERP യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു പ്രോപ്പർ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് വേസ്റ്റേജും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമതായിട്ട് പറയുന്നതാണ് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, ഈ ഒരു ERP സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എന്തുണ്ടാവും? നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, ERP കസ്റ്റമേഴ്സിന് മോർ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് വേണ്ട സർവീസുകൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ഓർഡേഴ്സ് ആണോ ട്രാക്ക് ചെയ്യേണ്ടത്, ഇതുപോലുള്ള കംപ്ലീറ്റ് ഡാറ്റകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. മൂന്നാമതായിട്ട് പറഞ്ഞത് ദേ പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. അല്ലെ, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡാറ്റ പോലെയല്ല ഈ ഒരു സിസ്റ്റം, ERP സിസ്റ്റം കീപ്പ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഓൾവേസ് പ്രൊവൈഡ് ആക്യുറേറ്റ് ഡാറ്റ. അല്ലെ, കറക്റ്റ് ഡാറ്റ, ഹൈ ക്വാളിറ്റി ആൻഡ് റെലവന്റ് ഡാറ്റാസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഒരു ERP സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദേ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി. അല്ലെ, അല്ലെങ്കിൽ ദേ ഹാവ് എ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി. അല്ലെ, നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ, അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ എന്റർപ്രൈസസിന്റെ വർക്കിങ്ങിനനുസരിച്ചിട്ട് എന്ത് ഡിസിഷൻ ആണോ നമ്മൾ ടേക്ക് ചെയ്യേണ്ടത്, എന്ത് ഡാറ്റ ആണോ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത് പോലുള്ള എല്ലാ ഡിസിഷൻസും ആരും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ERP പാക്കേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ERPയിലെ ചോദ്യം നമുക്ക് എപ്പോഴും 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ERPയും അതിന്റെ ബെനിഫിറ്റ്സും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ്. അല്ലെ, നമുക്കറിയാം, നമ്മൾ വെബ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 3 രീതിയിലാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്, രണ്ടാമത്തത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ്, ആൻഡ് മൂന്നാമത്തത് VPS അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ്. അല്ലെ, എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഡിഫറെന്റ് സെർവേഴ്സ് അഥവാ ഒരു സിംഗിൾ സെർവർ തന്നെ ഡിഫറെന്റ് യൂസേഴ്സ് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അല്ലെ, അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള RAM ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, ഇനി സ്റ്റോറേജ് സ്പേസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഡിഫറെന്റ് യൂസേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, കമ്പാരിറ്റീവ്ലി നമുക്ക് പ്രൈസിംഗ് കുറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് കൂടെയാണ് എന്ത് എന്ന് പറയുന്നത്? ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, ഡെഡിക്കേറ്റഡ് നമുക്കറിയാം, ഒരു സിംഗിൾ സെർവർ ഒരൊറ്റ ക്ലയന്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു എൻറ്റയർ സെർവർ ഒരു ക്ലയന്റ് ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കും. അല്ലെ, വലിയ വലിയ ലാർജർ കമ്പനീസ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പൊതുവെ ഏത് ഓപ്റ്റ് ചെയ്യാറുള്ളത്? ഇതുപോലെയുള്ള ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് VPS അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ്. അല്ലെ, എന്താണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്? കാണാൻ ദേ ആർ വിർച്വലി പാർട്ടീഷൻ. അല്ലെ, വിർച്വലി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വിർച്വലൈസേഷൻ ചെയ്ത ഓരോ സെക്ഷൻസും ആരുടെ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്? ഡെഡിക്കേറ്റഡിന്റെ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം ഷെയർഡിന്റെയും ഡെഡിക്കേറ്റഡിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഒരു ഹോസ്റ്റിംഗ് ആണ് ഏത് എന്ന് പറയുന്നത്? വിർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലെങ്കിൽ VPS എന്ന് പറയുന്നത്. ഷെയർഡിനെക്കാളും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് എന്നുണ്ടെങ്കിലും ഡെഡിക്കേറ്റഡിന്റെ അത്ര നമുക്ക് ഏത് അവൈലബിൾ ആവുന്നില്ല? ഈ ഒരു VPSൽ അവൈലബിൾ ആവുന്നില്ല. നമ്മൾ നോർമലി ഒരു ഷെയർഡിനെയും ഡെഡിക്കേറ്റഡിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VPSന്റെ ഡാറ്റാസ് അല്ലെങ്കിൽ VPSന്റെ
അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് സ്പീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഈസിലി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.